SSC റെയിൽവേ പരീക്ഷയ്ക്കുള്ള GK ഹിസ്റ്ററി ടോപ്പിക്കിൽ 8 വീഡിയോസ് കഴിഞ്ഞ് ഇത് അടുത്തത് 9ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ ഹിസ്റ്ററി സീരീസിലെ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തത് മൗര്യൻ എംപയർ തന്നെയായിരുന്നു. ഇത് അതിൻ്റെ രണ്ടാം ഭാഗമാണ്. മറ്റേത് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഓഫായി പോയി. കഴിഞ്ഞ വീഡിയോ മൗര്യ എംപയറിൽ തന്നെ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതായത് ക്വസ്റ്റ്യനിൽ ഓരോ പോസ്റ്റും ആ പോസ്റ്റ് എന്താണെന്നുള്ളതുമാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഒന്നും കൂടെ ഈ ഓഫീസേഴ്സ് എന്ന് നോക്കാം. ചീഫ് ട്രഷറി ഓഫീസ്. ട്രഷറി ഓഫീസ് എന്ന് പറയുന്നത് സന്നിധാത്തയാണ് ട്രഷറി. റവന്യൂ കളക്ട് ചെയ്യുന്ന ആളെ പറയുന്നത് സംഹാരത. അപ്പോൾ റവന്യൂ സംഭരിക്കുന്ന ആളാണ് സംഹാരത. അടുത്ത ഗോപ എന്ന് പറയുമ്പം ഗോ എന്ന് പറഞ്ഞാൽ പശുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശരിക്കും. പക്ഷേ ഇതെന്താണെന്ന് അറിയില്ല. അക്കൗണ്ട്, റെസ്പോൺസിബിൾ ഫോർ അക്കൗണ്ട്. അഷ്ടപാലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടപാലിക CAG, അക്കൗണ്ട് ജനറൽ. അതായത് ഇന്നത്തെ CAGൻ്റെ ഒക്കെ പണിയെടുക്കുന്ന പണ്ടത്തെ ആളാണ് അഷ്ടപാലിക. പിന്നെ സിറ്റി അഡ്മിൻ. സിറ്റി എന്ന് പറഞ്ഞാൽ നഗരം. അപ്പം നഗർക്ക എന്ന് പറഞ്ഞാൽ സിറ്റി അഡ്മിൻ, റെസ്പോൺസിബിൾ ഫോർ സിറ്റി അഡ്മിനിസ്ട്രേഷൻ, അതാണ് നഗർക്ക. പിന്നെ സീതാധ്യക്ഷ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് സീതാധ്യക്ഷ. അതിൽ പറഞ്ഞത് ഇപ്പോൾ രാമനും സീതയും, അതിൽ സീതാദേവി എന്ന് പറയുന്നത് കൃഷി ചെയ്യുവാനുമായി ബന്ധപ്പെട്ടതാണെന്ന് ആലോചിക്കുക. അപ്പോൾ സീതാദേവി കൃഷി, അപ്പോൾ സീതാധ്യക്ഷ അഗ്രികൾച്ചർ. സമസ്ത എന്ന് പറയുന്നത് മാർക്കറ്റുമായി ബന്ധപ്പെട്ടതായിട്ട് കൂട്ടുക. സമസ്ത കാര്യങ്ങളും സംസാരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ്. ലോകത്തിലെ സമസ്ത കാര്യങ്ങളും സംസാരിക്കുക മാർക്കറ്റിലായിരിക്കും. അപ്പോൾ സമസ്താധ്യക്ഷ റെസ്പോൺസിബിൾ ഫോർ മാർക്കറ്റ്. പിന്നെ ഷിപ്പുമായി ബന്ധപ്പെട്ട അക്കൗണ്ടഡ് ഫോർ ഷിപ്സ് എന്ന് പറയുന്നത് നവാധ്യക്ഷ. പിന്നെ ടോൾ ടാക്സ് ശുൽക്കാധ്യക്ഷ എന്ന് പറയുന്നത് അക്കൗണ്ടഡ് ഫോർ ടോൾ ടാക്സ്. അവസാനം അശോകയുടെ സമയത്ത് ഉണ്ടാക്കിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്, പുതിയൊരു പോസ്റ്റാണ് ദമ്മ മഹാമത്താസ്. ഈ ദമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പേരാണ്. 3 ജ്വൽസ് ഓഫ് ദമ്മയിൽ 3 രത്നാസ് ഓഫ് ബുദ്ധിസത്തിൽ ബുദ്ധ, ദമ്മ, സംഘ. അപ്പോൾ അതിൽ ദമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് അശോകൻ്റെ കലിംഗ വാറിന് ശേഷം ഈ ദമ്മ എന്ന് പറയുന്ന ദമ്മഘോഷ് സ്വീകരിച്ചു. അപ്പോൾ ആ ദമ്മ ചെക്ക് ചെയ്യാൻ, ഇത് ആളുകൾ ഇത് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യാൻ, ടു ചെക്ക് ഇഫ് പീപ്പിൾ ആർ ഫോളോയിങ് കൺസെപ്റ്റ്സ് ഓഫ് ദമ്മ, അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു പോസ്റ്റാണ് ദമ്മ മഹാമത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കുമുള്ള കുറച്ച് പോസ്റ്റുകളും കാര്യങ്ങളും. ഇനി മെഗസ്തനീസ് എന്ന് പറയുന്ന ആൾ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പകുതി ബാക്കിയുള്ളതുമായിട്ട് ചേരുന്നതാണ്, പകുതി കുറച്ച് ശരിയല്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ വരുന്നതും കൂടിയാണ്, മറ്റുള്ളവർ പറയുന്നതുമായിട്ട് ചേരാത്തത്. അപ്പോൾ മെഗസ്തനീസിൻ്റെ ഇൻഡിക്കയിൽ പറയുന്നത് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഏത് ഫോർമാറ്റിലാണ് അതിൻ്റെ സ്ട്രക്ചർ എന്നുള്ളതാണ്. അപ്പോൾ 6 കമ്മിറ്റീസ്, ഓരോ കമ്മിറ്റിയിൽ 5 ആളുകൾ, അങ്ങനെയുള്ളതാണ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ ആർമി, ഇത് മെഗസ്തനീസിൻ്റെ പ്രകാരമാണ്. മെഗസ്തനീസിൻ്റെ ഇൻഡിക്കയിൽ പറയുന്നത് മഗധ എംപയറിലെ ആർമിയെ കൈകാര്യം ചെയ്യുന്ന 6 കമ്മിറ്റികളാണ്. ഇപ്പോൾ ഓരോന്നിനും ഓരോ കമ്മിറ്റിയുണ്ട്. ആർമിയിൽ തന്നെ പല കമ്മിറ്റികളുണ്ടാവും, അല്ല സബ് കമ്മിറ്റികൾ. അതിൽ ഓരോ കമ്മിറ്റിയിലും 5 ആളുകൾ വെച്ചിട്ട് ഇങ്ങനെയാണ് ആർമിയും അതുപോലെ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷനും നടത്തുന്നതെന്നാണ് പറയുന്നത്. അടുത്തത് മഗധ എന്ന് പറയുന്നത് എന്ത് പറഞ്ഞു, ഈ പാടലിപുത്രയാണ് ക്യാപിറ്റൽ എങ്കിൽ പോലും ഒരു വലിയ സ്ഥലമാണ് മഗധ എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരൊറ്റ ഒരു ക്യാപിറ്റൽ നിന്നുകൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ടും ഭരിക്കുക എളുപ്പമല്ല. അപ്പോൾ അതായത് ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളുണ്ട്, കേരളം, തമിഴ്നാട് എന്നൊക്കെ പറയുന്നത് പോലെ. ഇവിടെ ഈ മഗധയെ 4 പ്രൊവിൻസായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് 5 പ്രൊവിൻസാക്കി തിരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സാധാരണ നമ്മൾ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സെൻട്രൽ. അപ്പോൾ അതായത് ഇപ്പോൾ 1 2 3 4 5 ഇപ്പം ഇങ്ങനെ കൂട്ടാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, ഇതിനൊക്കെ ഓരോ ക്യാപിറ്റലും പറയുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രൊവിൻസും ആ പ്രൊവിൻസിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ മഗധ എന്ന് പറഞ്ഞാൽ ഈ ഇറാൻ്റെ ഈ ചെറിയൊരു ഭാഗത്ത്, നമ്മൾ അഫ്ഗാനിസ്ഥാൻ്റെ ഒക്കെ ഭാഗത്ത്. അപ്പോൾ നമ്മളവിടെ മഹാജനപദങ്ങൾ പഠിച്ചപ്പോൾ ഗാന്ധാര പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധാരയിൽ തക്ഷില, അതായത് ഒരു ആൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റി കൂടിയാണ് തക്ഷില എന്ന് പറയുന്നത്. ആ തക്ഷിലയാണ് ഈ തക്ഷിലയാണ് നോർത്തേൺ പ്രൊവിൻസിൻ്റെ മറ്റൊരു പേരാണ് ഉത്തർപദ എന്ന് പറയുന്നത്. ഉത്തരം എന്ന് പറഞ്ഞാൽ മേല. ഉത്തർപദയുടെ ക്യാപിറ്റലായിരുന്നു തക്ഷില, പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽ. അതുപോലെ ഈസ്റ്റ് എന്ന് പറയുന്നത് സുവർണഗിരി,
ദക്ഷിണപദ്. അപ്പോൾ സദേൺ പ്രൊവിൻസിൻ്റെ മറ്റേ പേരാണ്, സംസ്കൃതം പേരാണ് ദക്ഷിണപദ്. അപ്പോൾ അത് ഏതായാലും സുവർണഗിരി. അപ്പോൾ ഇത് ഓർമ്മിക്കാനായിട്ട് ഈ ഹിന്ദിക്കാരെ കോഡ് എന്ന് വെച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്വർണം അത് പണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം കൊണ്ടുവന്നിരുന്നത് നമ്മളെ സദേൺ സ്റ്റേറ്റ്സ് നിന്നായിരുന്നു. അതായത് പ്രധാനമായിട്ടും അപ്പോൾ അത് വെച്ചിട്ട് KGF എന്ന് പറഞ്ഞ സിനിമ കർണാടകയല്ലേ, അപ്പോൾ ആ KGF എന്ന് പറഞ്ഞ കോളാർ ഗോൾഡ് ഫീൽഡ് എന്നാണ്. അപ്പോൾ അത് വെച്ചിട്ട് സ്വർണം കണക്ട് ചെയ്യുക, സൗത്തിലേക്കുള്ളത് സ്വർണം. സൗത്തിലെ ഏറ്റവും അവസാനം ഇറങ്ങിയ നല്ലൊരു മൂവി KGF. അപ്പോൾ അതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ സൗത്ത് നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് സ്വർണം എന്നുള്ള അർത്ഥത്തിൽ ഈ സുവർണഗിരി, സദേൺ പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽ സുവർണഗിരി. അപ്പോൾ അതിൻ്റെ അകത്ത് KGF ഒക്കെ ഓർമ്മിക്കുക. KGF എന്ന് പറഞ്ഞാൽ ഗോൾഡ് മൈനിൽ നടക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ സുവർണഗിരി. മേല തക്ഷശില, അത് ഇവിടെ തക്ഷശില, ഇവിടെ തക്ഷശില, ഇവിടെ സുവർണഗിരി. പിന്നെ വെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ അവന്തി, ഉജ്ജയിൻ, മധ്യപ്രദേശ് ഭാഗത്ത്. ഇതാണ് ഇവരെ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് കയറിയെങ്കിലും ഇതാണ് ഉത്തരപദ്. ഇത് ഉജ്ജയിനി എന്ന് പറഞ്ഞാൽ അവന്തിൻ്റെ ക്യാപിറ്റലാണ്. 2 ക്യാപിറ്റൽ ഉണ്ട് അവന്തിക്ക്, ഉജ്ജയിനി, മഹിഷ്മതി. അത് മധ്യപ്രദേശിൽ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അതാണ് വെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മഗധയുടെ സെൻട്രൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് മഗധ തന്നെയാണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് ഈ കലിംഗേൻ്റെ ഈ ഭാഗം, കലിംഗേൻ്റെ ഈ ഭാഗം അഥവാ തോഷലി. തോഷലിയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, തോഷലി ഓർമ്മിക്കുക. അപ്പോൾ തോഷലി, തക്ഷശില, തോഷലി, ഇത് മഗധ തന്നെ. മഗധേൻ്റെ ക്യാപിറ്റൽ ഏതായിരിക്കും? പാട്ലിപുത്ര. താഴത്ത് സുവർണഗിരി, ഇവിടെ ഉജ്ജയിൻ. ഉജ്ജയിൻ അവന്തി ഓർമ്മിച്ചാൽ ഉജ്ജയിൻ കിട്ടും. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. 5 പ്രൊവിൻസുകൾ അല്ലെങ്കിൽ 4 പ്രൊവിൻസും പിന്നെ ഒരു സെൻട്രൽ പ്രൊവിൻസും അതിൻ്റെ ക്യാപിറ്റലും. ഏറ്റവും ഉത്തരപദം നോർത്തിൽ തക്ഷശില, സൗത്തിൽ സുവർണഗിരി ഗോൾഡ്, ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഒഡീഷ അഥവാ കലിംഗയിൽ തോഷലി, പിന്നെ ഈസ്റ്റേൺ മോസ്റ്റ് എന്ന് പറയുമ്പോൾ അവന്തി, അവന്തിയിലെ ഉജ്ജയിൻ, പിന്നെ പാട്ലിപുത്ര, മഗധ. പിന്നെ ആ സമയത്തെ മഗധ എംപയറിൻ്റെ ആ സമയത്ത് മൗര്യൻ എംപയർ നടക്കുന്ന സമയത്ത് സൊസൈറ്റി ഏത് രൂപത്തിലായിരുന്നു എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വേദങ്ങളുടെ അടിസ്ഥാനമായിട്ട് നമുക്ക് മനസ്സിലാവും 4 വർണ്ണാസാണ് ഉള്ളത്. 4 വർണ്ണാസ്, ക്ഷത്രിയ, ബ്രാഹ്മൺ, ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ എന്നുള്ള രീതിയിൽ 4 വർണ്ണാസാണ് ഉള്ളതെന്ന് പറയാം. അപ്പോൾ അക്കോർഡിംഗ് ടു അപ്പോൾ ഇതിൽ തന്നെ ഇവിടെ 2 കാണിക്കുന്നുണ്ട്, അക്കോർഡിംഗ് ടു ഇൻഡിക്ക, അക്കോർഡിംഗ് ടു അർത്ഥശാസ്ത്ര. അതായത് ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ മെഗസ്തനീസ്, പുറത്ത് നിന്നുള്ള ഒരാളാണത്. ഒരു പിന്നെ അലക്സാണ്ടർ അഥവാ പിന്നെ സെലൂക്കസ് നിക്കേറ്റർ, അവരുടെയൊക്കെ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഗ്രീക്ക് വരുന്ന ഒരു ട്രാവലറാണ് മെഗസ്തനീസ്. അപ്പോൾ മെഗസ്തനീസ് പ്രകാരം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോർട്ടിലുണ്ടായിരുന്ന അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ കൗഡില്യൻ്റെ, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കോർട്ടിലുണ്ടായിരുന്ന അവിടെ തന്നെയുള്ള ആളായിട്ടുള്ള കൗഡില്യൻ എഴുതിയ അർത്ഥശാസ്ത്രയിലും കുറച്ച് വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് 2 2ആയിട്ട് തന്നെ കാണിക്കുക. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ്, നമുക്കറിയാം 4 വർണ്ണാസാണ് ഉള്ളത്, പക്ഷേ മെഗസ്തനീസിൻ്റെ പ്രകാരം 7 വർണ്ണാസാണ് ഉള്ളതെന്നാണ് മെഗസ്തനീസ് ഇൻഡിക്കയിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് മെഗസ്തനീസിൻ്റെ 7 വർണ്ണാസിലെ ഏറ്റവും അവസാനത്തെ 7ാമത്തെ വർണ്ണ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ 7ഉം ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഈ 7 വർണ്ണം, നമ്മളിവിടെ ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 അതുപോലെ തന്നെ മെഗസ്തനീസ് അതിന് പകരം ഈ 7 പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു MTSൻ്റെ എക്സാമിന് ചോദിച്ചതുകൊണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ഫിലോസഫർ, രണ്ടാമത്തെ ഫാർമർ അഥവാ കൾട്ടിവേറ്റർ, അടുത്തത് ഹണ്ടേഴ്സ് അഥവാ ഷെപ്പേർഡ്, അതായത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മൃഗങ്ങളെ പരിപാലിക്കുകയോ അല്ലെങ്കിൽ മൃഗങ്ങളെ അമ്പെയ്തൊക്കെ വീഴ്ത്തി ഹണ്ട് ചെയ്ത് പിടിച്ചു അത് വിറ്റ് ജീവിക്കുകയോ ചെയ്യുന്നവർ, ഹണ്ടേഴ്സ് അഥവാ ഷെപ്പേർഡ്. അടുത്തത് ട്രേഡേഴ്സ്, നമ്മളെ സാധാ 4 വർണ്ണത്തിൽ വൈശ്യാസ് ചെയ്യുന്ന ട്രേഡിങ് കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ട്രേഡേഴ്സ്. പിന്നെ ക്ഷത്രിയാസിന് പകരമുള്ള വാരിയേഴ്സ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സ്പൈ അഥവാ ഓവർസിയർ, പിന്നെ കൗൺസിലേഴ്സ്. അപ്പോൾ ഈ 7 കഴിഞ്ഞ പ്രാവശ്യം MTSന് ചോദിച്ചത് ഇതാണ്. ഈ കൗൺസിലർ എത്രാമത്തതാണ് അഥവാ 7ാമത്തത് ഏതായിരുന്നു? അപ്പോൾ ഇത് അടുത്തൊരു ഇത് പഠിക്കണം, മെഗസ്തനീസ് ഇൻ ഇൻഡിക്കയിൽ. അപ്പോൾ ഇതൊരു കോഡായിട്ട് പഠിക്കുന്നത് PCS 2C, ആ ഇവിടെ എഴുതിയിട്ടുള്ള കോഡ് PCS 2C.
മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക പ്രകാരം 7 വർണ്ണാസാണുള്ളത്. അതും തെറ്റാണെന്ന് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ സ്ലേവറി ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ സ്ലേവറി ആ സമയത്ത് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കോഡ് ഫിലോസഫർ, സി കൾട്ടിവേറ്റർ അഥവാ ഫാർമർ, എസ് എന്ന് പറഞ്ഞ ഷെപ്പേർഡ് അഥവാ ഹണ്ടർ, 2ൻ്റെ ടി എന്ന് പറഞ്ഞ ട്രേഡർ, വാരിയർ, ഓവർസിയർ. അപ്പോൾ ഇത് വൈശ്യാസും ക്ഷത്രിയാസും. പിന്നെ ഓവർസിയർ ഏറ്റവും അവസാനം ഒരു കൗൺസിലേഴ്സ്. അപ്പോൾ PCS 2C, PSC അല്ല PCS. പിന്നെ അർത്ഥശാസ്ത്ര പ്രകാരം, കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര പ്രകാരം ആ സമയത്ത് വുമൺ ഒക്കുപ്പൈഡ് ഹൈ പൊസിഷൻസ് എന്നാണ് പറയുന്നത്. പാർട്ട് ഓഫ് ആർമി, വുമൺ പാർട്ട് ഓഫ് ആർമി. പിന്നെ അടുത്തത് സൊസൈറ്റിക്ക് ശേഷം ആ സമയത്ത് എക്കോണമി എങ്ങനെയായിരുന്നു? അശോക ഹാഡ് ലോവേർഡ് ദ ടാക്സ് വാല്യൂ, പീപ്പിൾ ഡിഡിൻ ഹാഡ് ടു ബലി വോളണ്ടറി ഓഫറിങ്. അതായത് ഈ ബലി എന്ന് പറയുന്നത് വോളണ്ടറി ഓഫറിങ് ആണ്. അപ്പോൾ അത് ഏർലി സിവിലൈസേഷൻ്റെ കാലത്ത്, അത് വേദിക് പീരീഡിൽ, ഏർലി വേദിക് പീരീഡിൽ അത് വോളണ്ടറി ആയിരുന്നു. പിന്നെ ലേറ്റർ പീരീഡിലേക്ക് വരുമ്പം അത് വോളണ്ടറി മാറി നിർബന്ധമായിട്ട് മടക്കേണ്ടതായി മാറി. വീണ്ടും ഇപ്പോൾ മഗധ എംപയറിൻ്റെ സമയത്തേക്ക് വരുമ്പം ഇത് വീണ്ടും വോളണ്ടറി ആണ്, അത് നിർബന്ധമില്ലാതായി. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് അടുത്ത മഗധയ്ക്ക് ശേഷം, മൗര്യാസിന് ശേഷം അടുത്ത ഗുപ്താസൊക്കെ വരുന്ന സമയത്ത് ഇത് വീണ്ടും വോളണ്ടറി ആയി മാറും, വോളണ്ടറി അല്ലാതായി മാറും, നിർബന്ധമായി മാറും. അതായത് ഒന്നുമില്ല, ഇങ്ങനെ ബലി ഉണ്ടായിരുന്നില്ല, നിർബന്ധമായിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാവും. പിന്നെ ആ സമയത്തെ പോർട്ട്, പ്രധാനമായിട്ടുള്ള പോർട്ടുകൾ വെസ്റ്റിലും ഈസ്റ്റിലും, അതായത് 2 ഭാഗത്തും കടലുണ്ടല്ലോ, വെസ്റ്റ് ഈസ്റ്റ്. ഈ ഒന്ന് ഭരൂച്ച്, സുപാര, മറ്റേത് താമ്രലിപ്തി. ഇത് വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തുള്ള താമ്രലിപ്തി. അപ്പോൾ ഇതിൻ്റെ പേരുകൾ പോർട്ട് വെസ്റ്റിലും ഈസ്റ്റിലും. വെസ്റ്റിലുള്ളത് ഭരൂച്ചും സുപ്പാരിയും, ഈസ്റ്റിൽ താമ്രലിപ്തി. അടുത്തത് മൗര്യ എംപയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ. മൗര്യ എംപയർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് മഗധയിൽ. അതുമായി ബന്ധപ്പെട്ട്, കാരണം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന വലിയ ഒരു എംപയറാണ്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ. അപ്പോൾ ഈ മൗര്യാസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഏത് സോഴ്സിൽ നിന്നാണ് കിട്ടിയതെന്നാണ് ആദ്യം നോക്കുന്നത്. സോഴ്സസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളിപ്പം മനസ്സിലാക്കി. കൗടില്യൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായി. അതായത് ചന്ദ്രഗുപ്ത മൗര്യൻ, ആദ്യത്തെ മൗര്യ എംപയർ സ്ഥാപിച്ച ആൾ. അയാൾ അതിനുവേണ്ടി സഹായിച്ചിരിക്കുന്ന ഒരു സന്യാസി, അതായത് പ്രൈം മിനിസ്റ്റർ, ആ റോളിലുണ്ടായിരുന്ന ഒരാൾ കൗടില്യനെ തന്നെയാണ് ചാണക്യ എന്നും വിളിക്കുന്നത്. മറ്റൊരു പേരാണ് വിഷ്ണുഗുപ്ത. ഈ മൂന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കും. വിഷ്ണുഗുപ്ത, ചാണക്യ, കൗടില്യ. മൂപ്പര് എഴുതിയ പുസ്തകമാണ് അർത്ഥശാസ്ത്ര. അതൊരു എങ്ങനെയാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ളതാണ്. അടുത്തത് കുറേ അതിന് ശേഷം, മൗര്യാസിനൊക്കെ ശേഷം കുറേ കഴിഞ്ഞിനി ഗുപ്ത പീരീഡ് വരും, എ ഡി. അപ്പോൾ അവിടെ വിശാഖദത്തയുടെ മുദ്ര രാക്ഷസ, വിശാഖദത്ത എഴുതിയ മുദ്ര രാക്ഷസയിൽ മൗര്യാസിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് തന്നെ ഗ്രീക്ക് ട്രാവലറായിരുന്ന മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന് പറയുന്ന ബുക്കിൽ, മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക. പിന്നെ അശോകയൊക്കെ ബുദ്ധിസ്റ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ ഈ മൗര്യ എംപയേഴ്സിനെ പറ്റിയിട്ട്, അശോകൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള മൗര്യാസ്, അതിനെ പറ്റിയിട്ടൊക്കെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചേഴ്സാണ് ഈ ജാതക ടെയിൽസ്, ബുദ്ധൻ്റെ റീബർത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കഥകൾ, ദീപവംശ, മഹാവംശ, ദിവ്യതമ. അപ്പോൾ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുകളിൽ. അപ്പോൾ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചന്ദ്രഗുപ്ത മൗര്യൻ ഏത് വർണ്ണത്തിൽപ്പെടുന്ന ആളായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് പല കഥകളും ഉണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. ഗുപ്ത പീരീഡിൽ എഴുതപ്പെട്ട വിശാഖദത്തേൻ്റെ മുദ്ര രാക്ഷസയിൽ പറയുന്നത് മൂപ്പരൊരു ലോവർ ക്ലൈനിലായിരുന്നു, കുൽഹീന, ലോവർ ക്ലൈനിലുള്ള ആളായിരുന്നു എന്ന് പറയുന്നു. പിന്നെ വേദിക് പുരാണസിൽ മൂപ്പരൊരു ശൂദ്രാസ് വർണ്ണത്തിൽപ്പെടുന്ന ആളാണ്. പിന്നെ അതിന് ശേഷം ഈ രുദ്രദമൻ്റെയൊക്കെ കാലത്ത് ഗുജറാത്തിലെ ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നത് മൂപ്പര് വൈശ്യ, ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിലുള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ ആദ്യം തന്നെ നോക്കാനുള്ളത് പ്രധാനപ്പെട്ട റൂളേഴ്സ്. ആദ്യത്തെ ഫൗണ്ടർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഫൗണ്ടർ ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിൽ ആദ്യത്തേത് മഗധയിലെ ഇതിനു മുമ്പുണ്ടായ റൂളേഴ്സ് എന്ന് പറയുന്നത് ഹര്യങ്ക, ശിശുനാഗ, ശിശുനാഗ, പിന്നെ നന്ദ, ഹസീന മസൂക്ക എന്നാണ് കോഡ്. ഇവർക്ക് ശേഷമാണ് മൗര്യാസ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നന്ദ റൂളേഴ്സിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും മൗര്യ വരിക.
ലാസ്റ്റ് നന്ദ റൂളർ എന്ന് പറയുന്നത് ധനനന്ദ. ഡിഫീറ്റഡ് ധനനന്ദ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൗടില്യ. ഈ ഇയർ 326. ഒന്നുകിൽ ഇത് ഡയറക്റ്റ് ഓർമ്മിക്കുക, അല്ലെങ്കിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് പോറസുമായി ബന്ധപ്പെട്ടിട്ട് ഹൈഡാസ്പസ് ജലം നദിക്കരിയിൽ ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് നടന്നത് 326. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഓർമ്മിച്ചതിൽ മറ്റേത് അതിന് ശേഷം എന്ന് ആലോചിക്കാം. 322 BC. അതിനുശേഷം അലക്സാണ്ടറിൻ്റെ വാർ ആർമി ചീഫായിരുന്നു സെലൂക്കസ് നിക്കേറ്റർ. സെലൂക്കസ് നിക്കേറ്റർ അലക്സാണ്ടറിന് ശേഷം സ്വന്തമായിട്ട് ഒരു സെലൂസിഡ് എംപയർ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ആ സെലൂസിഡ് എംപയറിൻ്റെ ഭാഗമായിട്ട് സെലൂക്കസ് നിക്കേറ്റർ ചന്ദ്രഗുപ്ത മൗര്യനുമായിട്ട് വാറിൽ ഏർപ്പെട്ടു. ആ വാറിൽ സെലൂക്കസ് നിക്കേറ്റർ തോറ്റു, ചന്ദ്രഗുപ്ത മൗര്യൻ ജയിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പല സന്ധികളും ഉണ്ടാവുമല്ലോ. അതിൽ സെലൂക്കസ് നിക്കേറ്ററുടെ മകളായ ഹെലീനയെ ചന്ദ്രഗുപ്ത മൗര്യൻ വിവാഹം ചെയ്തു. അടുത്ത രണ്ടാമത്തെ റൂളറാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഉള്ളത്, ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനിസം ഫോളോ ചെയ്ത ആളായിരുന്നു. ഈ യുദ്ധത്തിനൊക്കെ ശേഷം വലിയ രീതിയിലുള്ള ബംഗാളായ ഏരിയയിൽ അതായത് ക്ഷാമം നേരിട്ടു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അസറ്റിസമായിട്ടുള്ള ഒരു ജൈനിസം ചന്ദ്രഗുപ്ത മൗര്യൻ സ്വീകരിച്ചു. അതിനുശേഷം കർണാടകയിലേക്ക് ശ്രാവണബെലഗോളയിൽ വെച്ചിട്ട് സല്ലേഖാന, അതായത് ഭക്ഷണമില്ലാതെ മരണം കൈവരിക്കുക, സല്ലേഖാനയിൽ ഏർപ്പെട്ടു. അപ്പോൾ അതിന് ശേഷമാണ് ബിന്ദുസാര വരുന്നത്. ബിന്ദുസാര ആണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട റൂളർ. ബിന്ദുസാരിയെ ഗ്രീക്സ് വിളിക്കുന്നത് അമിത്രോകേറ്റ്സ് എന്നായിരുന്നു. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അമിത്രോകേറ്റ്സ് എന്നറിയപ്പെടുന്ന മൗര്യ റൂളർ ആരാണ്? അമിത്രോകേറ്റ്സ് എന്നറിയപ്പെടുന്നത് മിത്രം എന്നറിയപ്പെടുന്നത് ബിന്ദുസാര. മൂപ്പര് അച്ഛൻ ജൈനിസ് ആയിരുന്നെങ്കിൽ മകൻ അജീവിക സെക്റ്റായിരുന്നു. അടുത്തത് അശോക. ഏറ്റവും പ്രധാനപ്പെട്ട റൂളറാണ് അശോക. മൂന്നാമത്തെ റൂളർ ബിന്ദുസാരയുടെ മകനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ BC 261 നടക്കുന്ന കലിംഗ വാറാണ്. കലിംഗ എന്ന് പറഞ്ഞാൽ ഒഡീഷയുടെ ഭാഗത്ത്. അതിനുശേഷം അല്ലെങ്കിൽ ആ സമയത്ത് അശോകൻ ബുദ്ധിസം സ്വീകരിച്ചു. അശോകനാണ് മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തുന്നത്. AK അജാതശത്രു, കാലശോക, അശോകൻ, പിന്നെ അവസാനം കനിഷ്കൻ. അങ്ങനെ മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തിയത് അശോകയായിരുന്നു. ബെരിഘോഷ എന്ന് പറഞ്ഞ ഫിസിക്കൽ കോൺക്വസ്റ്റ് അത് മാറ്റി ധമ്മഘോഷയാക്കി. പിന്നെ അശോകന് ശേഷം മറ്റൊരുപാട് ആളുകൾ വന്നു. ഏറ്റവും അവസാനത്തെ മൗര്യൻ റൂളർ എന്ന് പറയുന്നത് ബൃഹദ്രഥയാണ്. ബൃഹദ്രഥക്ക് അവിടുത്തെ ആർമി കമാൻഡറായിരുന്ന പുഷ്യാമിത്ര ശുംഗ ഡിഫീറ്റ് ചെയ്തു. അപ്പോൾ അവസാനത്തെ ലാസ്റ്റ് മൗര്യൻ റൂളർ ബൃഹദ്രഥ. അപ്പോൾ ഇതിൽ ഇനി നോക്കാനുള്ളത് പ്രധാനപ്പെട്ട റൂളേഴ്സായി ഇനി നോക്കാനുള്ളത് ഈ അശോകനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അതാണ് അടുത്ത് നോക്കുന്നത്. അശോകനുമായി ബന്ധപ്പെട്ടിട്ട് അശോകൻ എഡിക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ശാസനകൾ. അശോകൻ്റെ ആ ഒരു കിങ്ഡത്തിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഒരു ഗവൺമെൻറ് നോട്ടീസൊക്കെ ഇറക്കുന്നത് പോലെ മൂപ്പരെ ശാസനകൾ ഇറക്കിയത്. അപ്പോൾ അത് ഇപ്പോൾ വാട്സപ്പിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് അന്നേരം ഒരു കല്ലിൽ കൊത്തിയിട്ടാണ് ഓരോ സ്ഥലത്തും അറിയിക്കുക. അപ്പോൾ അതാണ് അശോകൻ എഡിക്ട്സ്. അപ്പോൾ അത് 2 ടൈപ്പാണ് ഉള്ളത്, ഒന്ന് റോക്കിലും ഒന്ന് പില്ലറിലും. അപ്പോൾ ഈ റോക്ക് തന്നെ 2 ടൈപ്പ് ഉണ്ട്. മേജർ കുറച്ച് വലുത്, മൈനർ കുറച്ച് ചെറുത്. അപ്പോൾ മേജർ റോക്ക് എഡിക്റ്റ് എന്ന് പറഞ്ഞാൽ 14 ശാസനകളാണെന്നുള്ളത്. പല സ്ഥലത്തുണ്ടാവും, 10 ഒരുപാട് സ്ഥലത്തുണ്ടാവും. 14 എണ്ണം എന്നല്ല, 14 ശാസനകൾ, 14 എണ്ണം ശാസനകൾ. അപ്പോൾ ലൊക്കേഷൻ്റെ എണ്ണമല്ല ഇത്. അപ്പോൾ ഇതാദ്യമായിട്ട് ഇത് കണ്ടെത്തുകയും ഇതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഡിസൈഫർ ചെയ്യുകയും ചെയ്യുന്നത് ജെയിംസ് പ്രിൻസപ്പാണ് ഫസ്റ്റ് ടു ഡിസൈഫർ അശോക എഡിക്ട്സ്. അപ്പോൾ ഇത് അതിലുമായി ബന്ധപ്പെട്ട മേജർ റോക്ക് എഡിക്റ്റ് 14 എണ്ണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 3 ലാംഗ്വേജിലും 4 സ്ക്രിപ്റ്റിലുമാണ് എഴുതിയിട്ടുള്ളത്. ലാംഗ്വേജ് 3 എണ്ണം, സ്ക്രിപ്റ്റ് 4 എണ്ണം. അപ്പോൾ ആ സമയത്ത് ഒരു കോമൺ മാൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രാകൃതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പ്രാകൃതാണ്. രണ്ടാമത്തത് പിന്നെ ഈ ഖരോഷ്ടി, ബ്രഹ്മി സ്ക്രിപ്റ്റുകൾ, പിന്നെ ഗ്രീക്ക് സ്ക്രിപ്റ്റ്, അതുപോലെ അരാമിക് ലാംഗ്വേജ്. അപ്പോൾ അതായത് ബേസിക്കലി കുറച്ചധികം ലാംഗ്വേജിൽ, ഒറ്റ ലാംഗ്വേജ് അല്ല, ആ ലൊക്കേഷന് കണക്കായിട്ട് ആ ഭാഗത്തെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭാഗത്താണെങ്കിൽ അവിടുത്തെ ഭാഷ, ഇന്ത്യയുടെ പെനിൻസുലാർ ഏരിയയിലാണെങ്കിൽ അവിടുത്തെ ഭാഷ, പ്രാകൃത ലാംഗ്വേജ്. പിന്നെ ഈ ദേവനാമി പ്രിയദശി എന്ന് പറയുന്നത് അശോകനാണ്. അശോകനെ വിളിക്കുന്ന പേരാണ് ദേവനാമി പ്രിയദശി, അതായത് ബിലോവ്ഡ് ദാറ്റ് ഗോഡ്, അതായത് ബിലോവ്ഡ് ഓഫ് ഗോഡ്, ദൈവത്തിന് പ്രിയപ്പെട്ട ആൾ, ദേവോൻകാ പ്രിയ.
മേജർ റോക്കഡിക്റ്റ് പോലെ തന്നെ മൈനർ റോക്കഡിക്റ്റ് 15 ശാസനകളാണ്. 15 അശോകൻ എഡിക്ട്സ് എന്നുള്ളത്. അതിൽ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 4 പറയാനുള്ള കാരണം ഈ 4 അശോക എന്ന് പേര് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് റോക്കഡിക്ട്സ് ഉണ്ടാവും അശോകനുമായി ബന്ധപ്പെട്ടത്, പക്ഷേ എല്ലാത്തിലും അശോകൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ SSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അശോക എന്ന് മെൻഷൻ ചെയ്ത ഇതിലാണ്. അപ്പം 3 കർണാടകയിൽ, മസ്കി, ബ്രഹ്മഗിരി, നിട്ടൂർ. അതിൽ മസ്കിയാണ് ഇമ്പോർട്ടൻ്റ്. മസ്കി, ബ്രഹ്മഗിരി, നിട്ടൂർ. ഈ മസ്കിയിലാണ് ഈ ദേവനാം പ്രിയദശി എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. ഒന്ന് മധ്യപ്രദേശിൽ, അത് ഗുജറാത്തിലല്ല മധ്യപ്രദേശ്, ഗുജറാത്തിലല്ല മധ്യപ്രദേശ്. മസ്കി കർണാടക, ബ്രഹ്മഗിരി കർണാടക, നിട്ടൂർ കർണാടക. അപ്പോൾ ഈ പാറപ്പുറത്ത് ഇങ്ങനെ കൊത്തിവെക്കുന്നത് പോലെ തന്നെ അശോകൻ സ്വന്തമായിട്ട് കുറേ പില്ലറുകൾ സ്ഥാപിച്ചു. പില്ലർ എന്ന് പറഞ്ഞാൽ തൂണുകൾ. അപ്പോൾ ആ തൂണുകൾ പില്ലർ സ്ഥാപിക്കുമ്പം അതിന് മെയിനായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പില്ലർ, ആ പില്ലറിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോന്ന് എഴുതിയിട്ടുണ്ടാവും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് 7 എന്നാണ് പറയുന്നത്. ടോട്ടൽ 7 എഡിക്ട്സാണ് ഉണ്ടാവുക പില്ലറിൽ. അപ്പോൾ ചിലയിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ടാവും. അപ്പം ഈ പില്ലറിൻ്റെ മേലെ, ഈ പില്ലർ എന്ന് പറയുന്നതിൻ്റെ മേലെ ഒരു ഇൻവേർട്ടഡ് ലോട്ടസ് ഉണ്ടാവും, അതായത് താമര തിരിച്ചു വെച്ച ഷേപ്പിലുള്ള ഒരു കാര്യം. പിന്നെ അതിൻ്റെ മേലെ ഒരു ചെറിയ പ്ലാറ്റ്ഫോം, അതിന് അബാക്കസ് എന്ന് വിളിക്കും. ആ അബാക്കസിൻ്റെ ഈ മേലെ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ ചിഹ്നം, മൃഗത്തിൻ്റെ രൂപം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെ ലയൺ സിമ്പിൾ എടുത്തത് സാരാനാഥിലെ അശോക പില്ലറിലാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ ഒരു വട്ടത്തിൽ വീല്, അതായത് അശോക ചക്രം, അതും എടുക്കുന്നത് സാരനാഥിൽ വെച്ചിട്ടാണ്. അപ്പോൾ പില്ലറിനെ പറ്റി നോക്കുമ്പോൾ പ്രാകൃത ലാംഗ്വേജ് ബ്രഹ്മി സ്ക്രിപ്റ്റിലാണ് കൂടുതലും. ഈ 7 എഡിക്റ്റ് ഉള്ളത് ഈ ഡൽഹി തോപ്ര പില്ലറിലാണ്. അതായത് തോപ്ര എന്ന സ്ഥലത്തുണ്ടായിരുന്ന പില്ലർ പിന്നീട് ഡൽഹിയിലേക്ക് മാറ്റി. അപ്പോൾ ഡൽഹി തോപ്ര പില്ലർ എഡിക്റ്റായി. അപ്പോൾ അതുപോലെ തന്നെ 2 കോമൺ ആയിട്ട് ചോദിക്കുന്നത് ലൗറിയ അരാജും ലൗറിയ നന്ദഗഡും. ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇത് ഏത് സ്റ്റേറ്റിലാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്, ഏത് സ്റ്റേറ്റിലാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ആൻസർ ബീഹാർ. പിന്നെ ഈ മേലെ മൃഗത്തിൻ്റെ പേരുണ്ട് എന്ന് പറഞ്ഞു, അതായത് ഇവിടെ ഒരു പില്ലറിൻ്റെ മേലെ ഇൻവേർട്ടഡ് ലോട്ടസ്, പിന്നെ ഒരു പ്ലാറ്റ്ഫോം, അതായത് അബാക്കസിൻ്റെ മേലെയാണ് ഈ ക്യാപിറ്റൽ അഥവാ മൃഗത്തിൻ്റെ ഇതുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ ഓരോ സ്ഥലത്തും ഓരോന്നായിരിക്കും. അപ്പോൾ രാംപുർവ എന്ന് പറയുന്ന പില്ലറിലുള്ളത് ബുള്ള് എന്ന് പറയുന്ന ആനിമലാണ് അവിടെ ഫിഗറായിട്ടുള്ളത് ക്യാപിറ്റലിൽ, ബുള്ള് ക്യാപിറ്റൽ. അപ്പോൾ ഇതിപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡൻറ്റ് ഹൗസിലാണ് ഇതിപ്പോൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. ഒറിജിനൽ പണ്ടത്തെ ഈ 2300 വർഷം മുന്നേയുള്ള അശോക ക്യാപിറ്റലിലെ ബുള്ള് രാംപുർവ വെച്ചിട്ടുള്ളത് പ്രസിഡൻറ്റ് ഹൗസിലാണ്. അതുപോലെ തന്നെ എലിഫൻറ്റ് ഒക്കെ ഉണ്ടാവും. ലയൺ കാണുന്നത് വജ്ജിയിലെ വൈശാലിയിലാണ് ലയൺ ക്യാപിറ്റൽ കാണുന്നത്. അപ്പോൾ ലയൺ ക്യാപിറ്റൽ എവിടെയാണ് ഇല്ലതെന്ന് വെച്ചാൽ വൈശാലിയിൽ, ബുള്ള് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ രാംപുർവ ആണുള്ളത്, അതിപ്പോൾ ഉള്ളത് പ്രസിഡൻറ്റിൻ്റെ ഹൗസിലാണ്. അപ്പോൾ ഓപ്ഷനിൽ പാർലമെൻറ്റ് മറ്റേത് അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ പ്രസിഡൻറ്റ് ഹൗസ്. പിന്നെ അശോകൻ തന്നെ കുറച്ച് കേവ്സ്, പാറേൻ്റെ അകത്തുള്ള ഗുഹകൾ ഓരോ ആൾക്കാർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബരാബർ ഹിൽ കേവ്സ്. ഇത് ബീഹാറിലുള്ള ബരാബർ ഹിൽ കേവ്സ് ആണ്. അതിൽ തന്നെ ഒരു സീരീസ് ഓഫ് കേവ്സ് ഉണ്ട്. അതിലൊന്നാണ് ലോമസ് ഋഷി കേവ്. 4 ഒന്നാണ് ലോമസ് ഋഷി കേവ്. അത് അജീവിക സെക്ടിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. നാഗാർജുനി കേവ് എന്ന് പറയുന്നത് അശോകൻ്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ദശരഥ മൗര്യ ആണ് നിർമ്മിച്ചത്. നാഗാർജുനി കേവ്, ദശരഥ മൗര്യ. ലോമസ് ഋഷി കേവ് എവിടെയാണ് ഉള്ളതെന്നായിരിക്കും ക്വസ്റ്റ്യൻ. അത് ബീഹാറിൽ. ബരാബർ ഹിൽ കേവ്സ് അശോകൻ ഫോർ ബുദ്ധിസ്റ്റാണ് അജീവിക സ. പിന്നെ അശോകന് ഒരു മകനുണ്ട് മഹേന്ദ്ര, മകളുണ്ട് സംഘമിത്ര. ഇവർ 2 പേരെയും ശ്രീലങ്കയിലേക്ക് ബുദ്ധിസത്തിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ ആയിട്ട് ശ്രീലങ്കയ്ക്ക് അയച്ചു. അപ്പോൾ 2 പേരുകളുണ്ട് അശോകൻ്റെ. സണ്ണ് മഹേന്ദ്ര, ഡോട്ടർ സംഘമിത്ര. മഹേന്ദ്രയും സംഘമിത്രയും 2 പേരെയും ശ്രീലങ്കയിലേക്ക് അയച്ചു. അപ്പോൾ ഈ മൗര്യൻ എംപയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷൻ, അതായത് ബാക്കിയുള്ളവരെക്കാട്ടി നല്ല രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ അവിടെയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൗടില്യൻ ഉള്ളത് കൊണ്ടാണ്. കൗടില്യനാണ് അഥവാ ചാണക്യൻ. ഇപ്പോഴും പൊളിറ്റീഷ്യൻസിനെ ചാണക്യ തന്ത്രം എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള ഈ ചാണക്യൻ്റെ ആ പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ ഒരു രാജ്യത്തിന് 7 എലമെൻറ്റ്സിന് വേണം. ഒരാൾക്ക് രാജ്യം ഭരിക്കാൻ 7 എലമെൻറ്റ്സ് വേണം. 7 എലമെൻറ്റ്സ് ടു റൂൾ ബൈ കൗട്ടില്യ. അതാണ് സപ്താംഗ തിയറി. 1 രാജാവ്, 2 സെക്രട്ടറി അതായത് അമാത്യാസ്, 3 ഒരു ടെറിട്ടറി ജനപദാസ്, 4 ഫോർട്ട് അഥവാ ദുർഗ,
5 കോശ. കോശ എന്ന് പറയുന്നത് ട്രഷർ. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് ചോദിക്കും. ദുർഗ എന്ന് പറഞ്ഞാൽ ഫോർട്ട്. അപ്പോൾ ദുർഗ എന്ന് പറയുമ്പോൾ ഫോർട്ട്. അമാത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടറി. മിത്ര എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. സേന എന്ന് പറഞ്ഞാൽ സാധാ ആർമി. അപ്പോൾ ഈ കോശിയും ദുർഗയും അമാത്യാസും കൺഫ്യൂഷനാകും. അമാത്യ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി, ദുർഗ എന്ന് പറഞ്ഞാൽ ഫോർട്ട്, കോശ എന്ന് പറഞ്ഞാൽ ട്രഷറി. കോശ ട്രഷറി, ദുർഗ ഫോർട്ട്, അമാത്യ സെക്രട്ടറി. അപ്പോൾ അതാണ് സപ്താംഗ തിയറി. സപ്താംഗ തിയറി ആരാണെന്ന് ചോദിച്ചാൽ കൗടില്യൻ്റെ അഥവാ ചാണക്യൻ്റെ അഥവാ വിഷ്ണുഗുപ്തൻ്റെ. 2 ടൈപ്പ് കോർട്ട് ഉണ്ട്. നമ്മൾ സാധാ സിവിൽ കോർട്ട്, ക്രിമിനൽ കോർട്ട് എന്നൊക്കെ പറയുന്ന പോലെ. സിവിൽ എന്ന് പറഞ്ഞാൽ ധർമാസ്ത്യ ന്യായാലയ. ന്യായാലയ എന്ന് പറഞ്ഞാൽ നിയമം അതുമായി ബന്ധപ്പെട്ട്. ധർമാസ്ത്യ എന്ന് പറഞ്ഞാൽ വ്യവഹാരിക, അതിലെ ഓഫീസറുടെ പേര്. ഇനി കണ്ടകശോധൻ ന്യായാലയ പ്രദേശ. 2 കോർട്ട്. സിവിലിന് ധർമാസ്ത്യ, ക്രിമിനലിന് കണ്ടകശോധൻ. ഇനി സിവിലിൻ്റെ ഓഫീസർ വ്യവഹാരിക, കണ്ടകശോധൻ പ്രദേശ. വ്യവഹാരികയും പ്രദേശയും. ആ സമയത്തെ സൊസൈറ്റീനെ പറ്റിയിട്ട് 4 വർണ്ണാസാണ് ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ മെഗസ്തനീസിന് പ്രകാരം ഇന്ത്യയിൽ 7 ക്ലാസ്സസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ കോഡാണ് PCSTWO. പിന്നെ ഒരു കൗൺസിലറും PCS2C. അപ്പോൾ P എന്ന് പറഞ്ഞാൽ ഫിലോസഫർ, C എന്ന് പറഞ്ഞാൽ കൾട്ടിവേറ്റർ അഥവാ അത് കൃഷിക്കാരൻ, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെപ്പേർഡ് അല്ലെ ഹണ്ടേഴ്സ്, പിന്നെ T എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സ്, W എന്ന് പറഞ്ഞാൽ വാരിയേഴ്സ്, അതായത് നമ്മളെ ബാക്കി 2 ക്ഷത്രിയാസും വൈശ്യാസും. O എന്ന് പറഞ്ഞാൽ ഓവർസിയേഴ്സ് അഥവാ സ്പൈ. സ്പൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പൈ. പിന്നെ കൗൺസിലേഴ്സ്. അടുത്തത് പിന്നെ നമ്മളെ കൗടില്യൻ്റെ പ്രകാരം വുമൺ ഒക്കുപ്പൈഡ് ഹൈ പൊസിഷൻ ഇൻ ആർമി എന്ന് പറയുന്നുണ്ട് കൗടില്യൻ്റെ പ്രകാരം. പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കുന്നത്, അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസിൻ്റെ എത്ര ശതമാനമാണ് ടാക്സ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 15% ടാക്സ് സ്ലാബ് എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ 1/6 ആണ് സ്ലാബ്. 1/6 പ്രൊഡ്യൂസ് ടാക്സ് ആയിട്ട് കൊടുക്കണം. ചില കാര്യങ്ങൾക്ക് 1/4. 1/6 ആണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ബലി എന്ന് പറഞ്ഞാൽ ടാക്സ്. അപ്പോൾ ഈ അശോകൻ ബുദ്ധിസം സ്വീകരിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് ഇവൻറ്റ്സ് നടക്കുന്ന സ്ഥലത്ത് പോയി കണ്ടു. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബുദ്ധൻ ജനിച്ച സ്ഥലം, അതായത് നേപ്പാളിലെ ലുംബിനി. ആ ബുദ്ധൻ ജനിച്ച സ്ഥലം എന്നുള്ള രീതിയിൽ അവിടുത്തെ ആളുകൾക്ക് ടാക്സ് മുഴുവൻ ഒഴിവാക്കി കൊടുത്തു അശോകൻ. അടുത്ത ബലി, ഭോഗ, ഈ 2ആണ് ഇമ്പോർട്ടൻറ്റ്. ബലി എന്ന് പറഞ്ഞാൽ ടാക്സ്, ഭോഗ എന്ന് പറഞ്ഞാൽ ടാക്സ് ഓഫ് അഗ്രികൾച്ചർ. 2 പോർട്ടുകൾ മെയിനായിട്ട് 2 ഭാഗത്ത്, വെസ്റ്റിലും ഈസ്റ്റിലും. വെസ്റ്റ് ബംഗാളിലെ താമ്രലിപ്തിയും വെസ്റ്റ് സൈഡിൽ ഭരൂച്ച്, സുപാര. അപ്പോൾ പോർട്ട് ഏതെല്ലാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താമ്രലിപ്തി വെസ്റ്റ് ബംഗാളിൽ, ഭരൂച്ചും സുപാരിയും. പിന്നെ ആ മൗര്യൻ എംപയറിലെ ഓഫീസേഴ്സ്, ഓരോ ഓഫീസേഴ്സും എന്തിനാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്നില്ല. സന്നിദാത്ത എന്ന് പറഞ്ഞാൽ സന്നി എന്ന് പറഞ്ഞാൽ ട്രഷറി. സംഹാരം എന്ന് പറഞ്ഞാൽ സംഭരിക്കുക, എന്ത് സംഭരിക്കുക? റവന്യൂ സംഭരിക്കുക, കളക്ടർ ജനറൽ ഓഫ് റവന്യൂ. ഗോപ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഫോർ അക്കൗണ്ട്. അക്ഷപടല അക്കൗണ്ട് ജനറൽ, CAGൻ്റെ പോസ്റ്റ്. അടുത്ത നാഗരിക എന്ന് പറഞ്ഞാൽ നഗർ എന്ന് പറഞ്ഞാൽ സിറ്റി, അപ്പോൾ സിറ്റി അഡ്മിനിസ്ട്രേഷൻ. സീത എന്ന് പറഞ്ഞാൽ കൃഷി, അഗ്രികൾച്ചർ. സമസ്ത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. നവാധ്യക്ഷ എന്ന് പറഞ്ഞാൽ ഷിപ്പ്. നവാധ്യക്ഷ എന്ന് പറഞ്ഞാൽ ഷിപ്പ്. ശുൽക്കാധ്യക്ഷ എന്ന് പറഞ്ഞാൽ ടോൾ ടാക്സ്. നവാധ്യക്ഷ എന്ന് പറയുമ്പോൾ ഷിപ്പ് ഓർമ്മ വരണം. നവെന്ന് പറഞ്ഞാൽ 9, നവാധ്യക്ഷ എന്ന് പറയുമ്പോൾ ഷിപ്പ്. ധമ്മ മഹാമാത്ര എന്ന് പറഞ്ഞാൽ അശോകൻ്റെ സമയത്ത് ബരിഘോഷ ഫിസിക്കൽ കോൺക്വസ്റ്റിന് പകരം എല്ലാവരും ഭയങ്കര മറ്റേതായിരിക്കണം, കൾച്ചറൽ കോൺക്വസ്റ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ സംഭവം തുടങ്ങി, ധമ്മഘോഷ്. അത് എല്ലാവരും ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വേറൊരാളെ കൊണ്ടുവന്നു. അയാളുടെ പേരാണ് ധമ്മ മഹാമാത്ര. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മെഗസ്തനീസ് പ്രകാരം, മെഗസ്തനീസ് പറഞ്ഞത് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ 6 കമ്മിറ്റി, ഓരോ കമ്മിറ്റിയിലും 5 ആൾ വെച്ചിട്ടാണ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. ആർമിയും അതുപോലെയാണെന്ന് പറഞ്ഞു, അക്കോർഡിംഗ് ടു മെഗസ്തനീസ് ഇന്ത്യയിൽ. അടുത്തത് മൗര്യൻ എംപയറുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. CGSSCയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്.
ഇത് അശോകയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന മൗര്യൻ എംപയറിൻ്റെ ഫിഗറാണ്. അതായത് ഇങ്ങ് ഈ സൗത്തിൽ ഇങ്ങ് അറ്റം വരെ അങ്ങ് ഇറാൻ മുതൽ ഇറാൻ വരെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ എക്സ്റ്റെൻറ്റിലാണ് മൗര്യൻ എംപയർ അശോകൻ്റെ സമയത്ത്. ഈ ഒരു കലിംഗ ഭാഗമായിരുന്നു മിസ്സായിട്ടുണ്ടായിരുന്നത്. അതാണ് കലിംഗ വാറിലൂടെ അശോകൻ എടുത്തത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അശോക അപ്പോയിൻറ്റഡ് ഡാഷ് ടു സോൾവ് ദ സോഷ്യൽ പ്രോബ്ലം ഇൻ ഹിസ് റീജിയൻ. അതായത് അശോകൻ സോഷ്യൽ പ്രോബ്ലംസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ദമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്തത്? അപ്പോൾ അതിൻ്റെ ആൻസർ ഡി, ദമ്മ മഹാമത്ത. അതായത് അശോകൻ ദമ്മഘോഷ് സ്വീകരിച്ചു ബരിഘോഷിന് പകരം. അതിന് അത്തരത്തിലുള്ള സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്ത ആളാണ് ദമ്മ മഹാമത്ത. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് റൂളർ വാസ് കോൾഡ് അമിത്രോ കൈറ്റ്സ്? അത് മിത്രം എന്ന് ഓർമ്മിച്ചാൽ മിത്രം എന്ന് ആരെയാണ് വിളിച്ചത്? അപ്പോൾ ആദ്യത്തെ റൂളർ മൗര്യ എംപയറിലെ ആദ്യത്തെ റൂളർ ചന്ദ്രഗുപ്ത മൗര്യൻ സെലൂക്കസ് നിക്കേറ്ററെ തോൽപ്പിച്ചു. അതിനുശേഷം വരുന്ന മകനാണ് ബിംബിസാര. അപ്പോൾ രണ്ടാൾക്കാരുണ്ട്, ബിന്ദുസാരിയുണ്ട് ബിംബിസാരിയുണ്ട്. ആ ചന്ദ്രഗുപ്ത എൻ്റെ പേര് ബിന്ദുസാര. അപ്പോൾ ഇത് കൺഫ്യൂഷൻ വരുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് ഇങ്ങനെയാണ്, ചന്ദ്രഗുപ്ത മൗര്യന് ഒരു പെൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ചന്ദ്രഗുപ്ത മൗര്യൻ പിന്നെ ബിന്ദു എന്നാണ് ആ കുട്ടിക്ക് പേരിട്ടത്. പിന്നീട് അത് ആൺകുട്ടി ആയതുകൊണ്ട് ബിന്ദുസാര എന്നാക്കി. അപ്പോൾ ബിന്ദുസാരയാണ് മകൻ ബിന്ദുസാര. അപ്പോൾ രണ്ട് ഓപ്ഷനും. അപ്പോൾ അമിത്രോ കൈറ്റ്സ് എന്ന് വിളിക്കുന്നത് മിത്രം ബിന്ദുസാരിയാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൗഡില്യ ഓവർത്രോ ധനനന്ദ ദ ലാസ്റ്റ് റൂളർ ഓഫ് നന്ദ ഇൻ 322 BC. അപ്പോൾ അത് പറയുന്നത് വെച്ചാൽ മഗധയിലെ റൂളേഴ്സ് ആ കോഡ് ഹസീന മസൂക്ക എന്നാണ്. ആദ്യം ഹര്യങ്ക, പിന്നെ ശിശുനാഗ, പിന്നെ നന്ദ, പിന്നെ മൗര്യ. അപ്പോൾ ഈ നന്ദ റൂളറായിട്ട് ഉള്ള ലാസ്റ്റ് നന്ദ റൂളർ ധനനന്ദേന ചെയ്തു വരുന്നത് ആരായിരിക്കും? മൗര്യ എംപയറിൻ്റെ ഫൗണ്ടർ ആയിരിക്കും. അത് ചന്ദ്രഗുപ്ത മൗര്യ. അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? മോസ്റ്റ് ഓഫ് അശോകാസ് ഇൻസ്ക്രിപ്ഷൻസ് വർ റിട്ടൺ ഇൻ ബ്രഹ്മി സ്ക്രിപ്റ്റ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അടുത്തത്, മെനി ഓഫ് ചാണക്യാസ് ഐഡിയാസ് വർ റിട്ടൺ ഡൗൺ ഇൻ എ ബുക്ക് കോൾഡ് അർത്ഥശാസ്ത്ര. രണ്ടും ശരിയാണ്. സ്ക്രിപ്റ്റ് ബ്രഹ്മിയാണ്, ലാംഗ്വേജ് പ്രാകൃതമാണ്. ചാണക്യൻ്റെ പുസ്തകം അർത്ഥശാസ്ത്ര. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ, മെഗസ്തനീസ് വാസ് ആൻ അംബാസിഡർ ഹു വാസ് സെൻറ്റ് ടു കോർട്ട് ഓഫ് ഡാഷ് ബൈ ദ ഡാഷ് റൂളർ. അതായത് മെഗസ്തനീസ് വാസ് ആൻ അംബാസിഡർ ഹു വാസ് സെൻറ്റ് ടു കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യൻ. അതായത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കോർട്ടിലേക്കാണ് അയച്ചത്. അപ്പോൾ ആരാണ് അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂളർ സെലൂക്കസ് നിക്കേറ്ററാണ്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനാണ് ആൻസർ. ഗ്രീക്ക്. അപ്പോൾ സെലൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് റൂളറാണ്. അപ്പോൾ മെഗസ്തനീസ് വാസ് ആൻ അംബാസിഡർ ഹു വാസ് സെൻറ്റ് ടു കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ ബൈ ദ സെലൂക്കസ് നിക്കേറ്റർ, ഗ്രീക്ക് റൂളർ. അടുത്തത്, അശോക ഫോർട്ട് എ വാർ ടു കോൺകർ കലിംഗ. കലിംഗ വാസ് ദ ആൻഷ്യൻ നെയിം ഓഫ് കോസ്റ്റ്. കലിംഗ എന്ന് പറയുന്നത് ഒഡീഷേൻ്റെ പേരായിരുന്നു. ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന കലിംഗ. ഇത് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഏരിയയിൽ. ഇത് 261 BC അശോകൻ കലിംഗ വാറിലൂടെ അടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് ഡിഡ് നോട്ട് ബിലോങ് ടു മൗര്യ ഡൈനാസ്റ്റി? അതായത് മൗര്യ ഡൈനാസ്റ്റിയിൽ ഇല്ലാത്തത് ഏതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫൗണ്ടർ ചന്ദ്രഗുപ്ത മൗര്യൻ, അദ്ദേഹത്തിൻ്റെ മകൻ ബിന്ദുസാര. പെൺകുട്ടീനെയായിരുന്നു താല്പര്യം, അതുകൊണ്ട് ബിന്ദു എന്ന് പേരിട്ടു, ബിന്ദുസാര. പിന്നെ അശോകന് ശേഷം കുറേ ആൾക്കാർ വന്നു. ഏറ്റവും അവസാനത്തത് ബൃഹദ്രഥ. അപ്പോൾ ഇതിലില്ലാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. ചന്ദ്രഗുപ്തയുണ്ട്, അശോകയുണ്ട്,
ബിന്ദുസാരോ ബിംബിസാരോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അപ്പോൾ അതിന് മറ്റേത് ഓർമ്മിക്കുക. ചന്ദ്രഗുപ്ത മൗര്യന് പെൺകുട്ടി വേണമെന്നായിരുന്നു താല്പര്യം. അപ്പോൾ ബിന്ദുസാര. അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് ഡസ് നോട്ട് ബിലോങ് ടു ആണ്. അപ്പോൾ ഡസ് നോട്ട് ബിലോങ് ടു ആൻസർ ബിംബിസാര. അടുത്ത് ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് മൗര്യൻ റൂളർ ഹൂ ട്രൈ ടു സ്പ്രെഡ് ഹിസ് മെസ്സേജ് ടു ദ പീപ്പിൾ ത്രൂ ഇൻസ്ക്രിപ്ഷൻ അശോക. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നെയിംസ് വാസ് യൂസ്ഡ് ഫോർ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ബൈ ആൻഷ്യൻ ട്രാവൽ ലൈക്ക് മെഗസ്തനീസ്? ഫാഹിയാൻ, ഹുവാൻസാങ് അഥവാ ഹുയാൻസാങ്, അൽബറൂണി, ഇബിന് ബത്തൂത്ത എക്സെട്ര ഫോർ ആക്റ്റീവ് കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡേഴ്സ്. ഇപ്പോൾ സ്വർണ്ണഭൂമി എന്നാണ് ഇവരൊക്കെ മെഗസ്തനീസ്, ഫാഹിയാൻ, ഹുവാൻസാങ്, അൽബറൂണി, ഇബിന് ബത്തൂത്ത ഒക്കെ ഫോളോയിങ് നെയിം വാസ് യൂസ്ഡ് ഫോർ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിന് വിളിച്ച പേര് സുവർണഭൂമി. വിച്ച് ടു കിങ്സ് ഫൗട്ട് ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ്? അപ്പോൾ അലക്സാണ്ടറും പോറസുമായിട്ടുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ്. ഹൈഡാസ്പസ് എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ ഗ്രീക്കിലുള്ള ആളുകൾ നമ്മുടെ ജലം റിവറിനെ വിളിക്കുന്ന പേരാണ് ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ്. ജലം റിവറിനെ ഏൻഷ്യൻ വേദങ്ങളിൽ വിളിക്കുന്ന പേര് വിദാസ്ത എന്നാണ്. വിദാസ്ത. അപ്പോൾ BC 326 ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് നടക്കുന്നത്. BC 326. അപ്പം അലക്സാണ്ടർ ഈ ഒരു ഭാഗത്തു നിന്നാണ് വാർ ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിലെ ഈ പഞ്ചാബ് ഏരിയയിലാണ് ചെലം നദി ഒഴുകുന്നത്. അപ്പോൾ ഈ പഞ്ചാബ് ഏരിയയിലുണ്ടായിരുന്ന ഒരു രാജാവാണ് പോറസ് എന്ന് പറയുന്നത്. അപ്പോൾ പോറസുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ആ സമയത്ത് മഗധ ഭരിക്കുന്നത് നന്ദ ഡൈനാസ്റ്റിയാണ്. അപ്പോൾ അലക്സാണ്ടർ വേഴ്സസ് പോറസ്. ഇതിനുശേഷം വലിയ രീതിയിൽ ഗ്രീക്സുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കുകയാണ്. Which of the following Mauryan rulers did Seleucus fight against in the Seleucid-Mauryan War? അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനുമായിട്ടാണ് സെലൂസിഡ് എംപയറിലെ സെലൂക്കസ് നിക്കേറ്റർ ഫൈറ്റ് ചെയ്തത്. അതിൽ ചന്ദ്രഗുപ്ത മൗര്യനാണ് ജയിച്ചത്. അതിനുശേഷം മൂപ്പരുടെ മകളായിട്ടുള്ള ഹെലേനയെ ചന്ദ്രഗുപ്ത മൗര്യൻ വിവാഹം ചെയ്തു. Ashokan minor aqueducts are found in different parts of India. Which of the following is not find of Ashoka minor aqueducts? മാസ്കി കർണാടകയിലാണ്, ബ്രഹ്മഗിരിയും കർണാടകയിലാണ്. ഇത് രണ്ടിലുമാണ് ഒന്ന് കൺഫ്യൂഷൻ. അശോകൻ മൈനർ aqueducts are found in different parts of India. Which of the following is not a find of Ashokan minor aqueducts in കർണാടക? അപ്പോൾ ആൻസർ രൂപനാഥാണ്. ഇത് മധ്യപ്രദേശിലുള്ളതാണ്. അപ്പോൾ അവിടുന്ന് ഒരു കാര്യം ഓർമ്മിക്കുക, ഗവി മാത്ത് എന്ന് പറയുന്നതും ഇവിടെയുള്ളതാണ്, കർണാടകയിലുള്ളതാണ്. മറ്റേത് 4 അതായത് അശോകൻ്റെ പേര് മെൻഷൻ ചെയ്യുന്ന 4 ഒന്ന് മാസ്കി, ബ്രഹ്മഗിരി, പിന്നെ ഒന്നും കൂടിയുണ്ട്, അതൊന്നും ഓർമ്മയില്ല. പിന്നെ അവസാനം ഒരു ഗുജറാത്ത് അല്ല എന്ന് പറയുന്ന ഒരു സാധനം, മധ്യപ്രദേശ്, ഗുജറാത്ത്. ചന്ദ്രഗുപ്ത മൗര്യ ഓവർത്രോ ദ പവർ ഓഫ് ദ ഡാഷ് അറ്റ് മഗധ വിത്ത് ദ എയ്ഡ് ഓഫ് കൗഡില്യ ഫൗണ്ടഡ് ഗ്ലോറിയസ് മൗര്യൻ. അപ്പോൾ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ മഗധേൻ്റെ ആ ലിസ്റ്റ് ഓർമ്മിച്ചാൽ മതി. ഹസീന, മസൂക്ക. അപ്പോൾ ഈ ഹസീന എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് നന്ദ. അപ്പോൾ ആൻസർ ആരായിരിക്കും? നന്ദ. ചന്ദ്രഗുപ്ത മൗര്യ ഓവർത്രോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തോൽപ്പിച്ചിട്ട് ആ സ്ഥലത്ത് വരിക. ദ പവർ ഓഫ് ഡാഷ് അറ്റ് മഗധ വിത്ത് ദ എയ്ഡ് ഓഫ് കൗഡില്യ. കൗഡില്യൻ്റെ മറ്റ് പേരാണ് ചാണക്യനും വിഷ്ണുഗുപ്തനും. ഗ്ലോറിയസ് മൗര്യൻ എംപയർ. ഡേറ്റ് 322. കാരണം 326 അലക്സാണ്ടർ വന്നിട്ട് പോറസുമായിട്ട് യുദ്ധം ചെയ്ത്. അപ്പോൾ ഇത് BC ആയതുകൊണ്ട് വർഷം കുറഞ്ഞു 0 എത്താനല്ല. അപ്പോൾ 326 കഴിഞ്ഞ് കുറച്ച് കൊല്ലം കഴിഞ്ഞ് 322 ചന്ദ്രഗുപ്ത മൗര്യൻ അവസാനത്തെ നന്ദ റൂളറായ ധനനന്ദയെ ഓവർത്രോ ചെയ്ത്. ഹു വാസ് ദ ലാസ്റ്റ് കിങ് ഓഫ് മൗര്യൻ ഡൈനാസ്റ്റി? ലാസ്റ്റ് കിങ് ബൃഹദ്രഥ. ദേവവർമ്മൻ സദാതൻ സംപ്രതി. ഇപ്പോൾ ലാസ്റ്റ് കിങ് എന്ന് പറഞ്ഞാൽ മൗര്യൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാമ്രാജ്യം, ബൃഹത്തായിട്ടുള്ള ഒരു സ്ഥലം. അപ്പം ബൃഹദ്രഥ. അടുത്തത് എംപറർ അശോക എംബ്രേസ്ഡ് ബുദ്ധിസം ആഫ്റ്റർ ദ കലിംഗ വാർ. 261 കലിംഗ വാർ നടക്കുന്നത്. അപ്പോൾ SSCയിൽ ക്വസ്റ്റ്യനിൽ വന്നു ആഫ്റ്റർ ദി കലിംഗ വാർ എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ആഫ്റ്റർ തന്നെ ഇനി. പക്ഷേ ചിലയിലെല്ലാം
അതിന് മുന്നേ ബുദ്ധിസം സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു അശോകൻ ബുദ്ധിസം എംബ്രേസ് ചെയ്യുന്നത് ആഫ്റ്റർ ദി കലിംഗ വാറാണ്. വാട്ട് വാസ് ദ നെയിം ഓഫ് കിങ് അശോകാസ് ഡോട്ടർ whom he appointed to carry out the duties of Buddhist missionary? അത് മിഷണറി എന്ന് പറയുമ്പോൾ ഇന്നിപ്പം നമ്മൾ ക്രിസ്ത്യൻ മിഷണറി ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ പണ്ടത്തെ ബുദ്ധിസ്റ്റ് മിഷണറി, അതായത് ബുദ്ധിസം എക്സ്പാൻഡ് ചെയ്യാൻ പല സ്ഥലത്തും, അതിന് വേണ്ടിയിട്ട് അശോകൻ ഏൽപ്പിച്ച ഡോക്ടറുടെ പേരെന്താന്ന്, മകളുടെ പേരെന്താന്ന്. അപ്പം ഒരു മകൻ്റെ പേര് പറയുന്നുണ്ട്, മകളുടെ പേരും പറയുന്നുണ്ട്. മകളുടെ പേര് സംഘമിത്ര, മഹേന്ദ്രനും സംഘമിത്രയും രണ്ടുപേരെയും ശ്രീലങ്കയിലേക്ക് അയച്ചു. ശ്രീലങ്കേൻ്റെ പഴയ പേരാണ് സിലോൺ. അപ്പോൾ അശോകാസിൻ്റെ ഡോട്ടറുടെ പേര് സംഘമിത്ര. എ ടൈപ്പ് ഓഫ് കോട്ട് കോൾഡ് കന്ദക ശോധന വാസ് പ്രസൻറ്റ് ഇൻ ദ, അതായത് നമ്മൾ മറ്റേ ആ സിവിൽ കോട്ട്, 2 കോട്ട് എന്ന് പറഞ്ഞു, സിവിൽ കോട്ട്, ക്രിമിനൽ കോട്ട്. അതിലൊന്നാണ് ഇത്. അപ്പോൾ ഇത് മൗര്യാസിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേര് കന്ദക ശോധന, മറ്റേൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് കോട്ട്, ഒന്ന് ധർമ്മസ്ഥ ന്യായാലയ, മറ്റേത് കന്ദക ശോധൻ ന്യായാലയ. അപ്പോൾ ഈ കന്ദകാണ് ചോദിച്ചത്. കന്ദക ശോധൻ ന്യായാലയ, അതിൻ്റെ ആളെ പേര് പ്രദേഷ്ഠ. ധർമ്മമാണെങ്കിൽ വ്യവഹാരിക. അപ്പോൾ ധർമ്മം, വ്യവഹാരം, കന്ദകം, പ്രദേഷ്ഠ. കന്ദക ശോധൻ പ്രദേഷ്ഠ, ധർമ്മസ്ഥ ന്യായാലയ, വ്യവഹാരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് പബ്ലിഷ്ഡ് എ സെറ്റ് ഓഫ് അശോകൻ ഇൻസ്ക്രിപ്ഷൻസ്? അപ്പോൾ നമ്മൾ പഠിച്ചത് ജെയിംസ് പ്രിൻസപ്പ് എന്നാണ്. ഈ മൂപ്പരെ പേരില്ലെങ്കിൽ ASIൻ്റെ ഫാദർ എന്നുള്ള അർത്ഥത്തിൽ ASIൻ്റെ ഫാദർ അലക്സാണ്ടർ കണ്ണിങ്ഹാം ആയിരിക്കും ആൻസർ. അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് പബ്ലിഷ് ചെയ്തത് 1877. അപ്പോൾ ഇയർ ഓർമ്മിക്കുക, 1877 അശോകൻ ഇൻസ്ക്രിപ്ഷൻസ്, ഒരു സെറ്റ് ഓഫ് അശോകൻ ഇൻസ്ക്രിപ്ഷൻ പബ്ലിഷ് ചെയ്തത് അലക്സാണ്ടർ കണ്ണിങ്ഹാം, ASIൻ്റെ ഫാദർ, അതായത് ഇന്ത്യൻ ആർക്കിയോളജീൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ കണ്ണിങ്ഹാം. അടുത്തത്, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് സ്കോളർ ടു ഡിസൈഫർ? ഡിസൈഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കൃത്യമായിട്ട് ഇപ്പോൾ ചില വട്ടെഴുത്ത്, മലയാളത്തിലെ വട്ടെഴുത്തൊന്നും നമുക്ക് വായിക്കാനാവില്ല. അപ്പോൾ അത് തിരിച്ച് മനസ്സിലാക്കുന്ന വിധത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. ഡിസൈഫർ ദ അശോകൻ എഡിക്ട്സ്. അപ്പോൾ ഇത് ജെയിംസ് പ്രിൻസപ്പ്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് പബ്ലിഷ്ഡ് എ സെറ്റ് ഓഫ് അശോകൻ ഇൻസ്ക്രിപ്ഷൻ 1877. ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്കോളർ ടു ഡിസൈഫർ. അപ്പോൾ ഡിസൈഫർ എന്ന് വന്നു കഴിഞ്ഞാൽ ജെയിംസ് പ്രിൻസപ്പ്. ഹു എമംഗ് ദ ഫോളോയിങ് റൂളേഴ്സ് ഇൻസ്ക്രൈബ്ഡ് his messages to his subjects and officials on stone surfaces? Ashoka. Which was the first empire in ancient India to use elephants in its war on large scale? അപ്പോൾ ഇത് ആദ്യം പറയുന്നത്, അപ്പോൾ ഇത് മഗധയിലാണ് ആദ്യമായിട്ട് ഈ എലിഫൻസിനെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നത്. മഗധ. ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഹൂ വർ റെഫേർഡ് ടു ആസ് ആത്വിക രാജ്യ? ആത്വിക രാജ്യ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഹൂ വർ റെഫേർഡ് ടു ആസ്? ആൻസർ ഫോറസ്റ്റ് കിങ്ഡം. അപ്പോൾ ഫോറസ്റ്റ് കിങ്ഡമാണ്, ഫോറസ്റ്റ് കാടാണ് അതാവിക രാജ്യം എന്നറിയപ്പെടുന്നത് ഫോറസ്റ്റാണ്. അത്താവിക, അട്ട. കാട്ടിൽ പോയി കഴിഞ്ഞാൽ അട്ട കടിക്കും. അത് കാട്ടിൽ ട്രക്കിങ്ങിനെല്ലാം പോയി കഴിഞ്ഞാൽ അട്ട കടിക്കും. അപ്പോൾ ഫോറസ്റ്റ് കിങ്ഡം എന്ന് പറഞ്ഞാൽ അട്ടവിക രാജ്യം, അല്ലെങ്കിൽ അടാവിക എന്ന് പറഞ്ഞാൽ അട്ട. അപ്പോൾ അട്ട കടിക്കുക കാട്ടിൽ പോയാലാണ്. അപ്പോൾ അടാവിക രാജ്യം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് കിങ്ഡം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ ടൈപ്പ് ഓഫ് സാക്രിഫൈസ് പെർഫോംഡ് ബൈ കിങ്സ് ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ ടു എസ്റ്റാബ്ലിഷ് ദർ പൊസിഷൻ? ആൻസർ വാജ്പേയ, രാജസൂയ, അശ്വമേധ. അപ്പോൾ ഇവിടുന്ന് ഈ 3 ആൻസർ ഇതാണ്. അപ്പോൾ നോട്ട് എ ടൈപ്പ് വഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 3 എന്തിനുള്ളതാണ്? ആൻഷ്യൻ്റ് ഇന്ത്യയിലെ രാജാക്കന്മാർ അവരുടെ പൊസിഷൻ ഉറപ്പുവരുത്തുന്നതിന് ചെയ്യുന്ന സാക്രിഫൈസാണ് ഈ 3. അശ്വമേധ യാഗം ഓക്കെ കിട്ടിയിട്ടുണ്ട്, അശ്വമേധം. പിന്നെ അതുകൂടെ 2 കൂടെ കിട്ടി, വാജപേയ, നമ്മളെ വാജ്പേയി. അതുപോലെ രാജസൂയ, രാജസേനൻ, രാജസൂയയും വാജ്പേയും അശ്വമേധ, വാജ്പേയി,
രാജസേനൻ, അശ്വമേധ വാജ്പേയി രാജസേനൻ. അപ്പോൾ പഴയ രാജാക്കന്മാർ ചെയ്തിരുന്ന സാക്രിഫൈസ് ആണ് അശ്വമേധം, രാജസൂയ, വാജ്പേയ. ഈ മൂവാണ്ട വേലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോളാസിൻ്റെ പരിപാടിയാണ്, സൗത്ത് ഇന്ത്യയിൽ വരുന്ന ചോളാസിൻ്റെ. അണ്ടർ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ സീതാധ്യക്ഷ, സീത എന്ന് പറയുമ്പോൾ രാമനും സീതയും, സീത എന്ന് പറയുമ്പോൾ കൃഷി, സീത കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പം വാസ് ദ ഓഫീസർ ഇൻ ചാർജ് ഓഫ് അഗ്രികൾച്ചർ. സീത കൃഷി, അഗ്രികൾച്ചർ. ദ ബരാബർ കേവ്സ്, ദ ഓൾഡസ്റ്റ് സർവൈവിങ് റോക്ക് കട്ട് ഇൻ ഇന്ത്യ. അപ്പോൾ അവിടുന്ന് ഒരു പോയിന്റ് കിട്ടി. ഇന്ത്യയിൽ ഇന്ന് സർവേ ചെയ്യുന്ന ഏറ്റവും ഓൾഡസ്റ്റ് റോക്ക് കട്ട്, അതായത് പാറ തുരന്നുണ്ടാക്കുന്ന കേവുകൾ, അതേതാണ്? ബരാബർ കേവ്സ്, ബീഹാറിലെ. മോസ്റ്റ്ലി ബിലോങ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ്സ്? മൗര്യൻ എംപയർ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അശോകൻ്റെ കാലത്തൊക്കെയാണ് ബരാബർ കേവ്സ് അജീവികാസിനും പിന്നെ അതുപോലെ ബുദ്ധിസ്റ്റുകൾക്കൊക്കെ ഉണ്ടാകുന്നത്. ദ നാഷണൽ എംബലം ഓഫ് ഇന്ത്യ ടേക്കൺ ഫ്രം ദ മൗര്യൻ പില്ലർ ലൊക്കേറ്റഡ് അറ്റ്. അപ്പോൾ നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യ ഈസ് ടേക്കൺ ഫ്രം ദ മൗര്യൻ പില്ലർ, മൗര്യൻ പില്ലർ അതായത് അശോകൻ പില്ലർ, ലൊക്കേറ്റഡ് അറ്റ് സാരനാഥ്. ഇപ്പം ഇന്ത്യൻ്റെ നാഷണൽ എംബ്ലം എന്ന് പറയുന്നാൽ മറ്റേ ലയൺ ക്യാപിറ്റൽ, ലയൺ ക്യാപിറ്റലാണ് ഇന്ത്യേൻ്റെ നാഷണൽ എംബ്ലം. അത് അശോകൻ സ്ഥാപിക്കുന്നത് സാരനാഥിലാണ്. അതായത് സാരനാഥിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് സാരനാഥിൽ സ്ഥാപിക്കുന്നത് വെച്ചാൽ നമ്മളെ ബുദ്ധൻ ഫസ്റ്റ് സെർമൺ നടത്തുന്നത് സാരനാഥിൽ വെച്ചിട്ടാണ്. ഹു അമംഗ് ദ ഫോളോയിങ് വാസ് നോൺ എസ് ദേവനാമപ്രിയ അശോക. അപ്പോൾ 4 സ്ഥലത്താണ് ഈ പേരുള്ളത്. കർണാടകയിലെ 3, മധ്യപ്രദേശിലെ 1. പിന്നെ അശോക സെൻറ്റ് മിഷൻ ടു സ്പ്രെഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ധമ്മ ലെഡ് ബൈ ധമ്മ ലെഡ് ബൈ ഹിസ് സൺ മഹേന്ദ്ര ആൻഡ് ഡോട്ടർസ് സംഘമിത്ര. അപ്പോൾ 2 പേരെ മക്കളെ പേര് കിട്ടി, മഹേന്ദ്രയും സംഘമിത്രയും. മഹേന്ദ്ര സംഘമിത്ര ടു സിലോൺ അഥവാ ശ്രീലങ്ക. ഹൂ സെൻഡ് ദ ഗ്രീക്ക് അംബാസിഡർ മെഗസ്തനിസ് ടു ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. അതായത് ഗ്രീക്കിലെ സെലൂസിഡ് എംപയറിൻ്റെ ഭാഗമായിരുന്ന സെലൂക്കസ് നിക്കേറ്റർ, സെലൂക്കസ് ആണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെയിലേക്ക് മെഗസ്തനീസ് എഴുതിയത്. മെഗസ്തനീസ് എഴുതിയ ബുക്കാണ് ഇൻഡിക്ക. Who among the following was the author of Indica? Megasthenes. Who among the following was defeated by Mauryan Emperor Chandragupta Maurya? Seleucus Nicator. Who among the following Mauryan rulers conquered Kalinga? Kalinga war ചെയ്തത് 261 അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യൻ ഓവർത്രോ നന്ദ ഡൈനാസ്റ്റി ഓഫ് മഗധ വിത്ത് ദ ഹെൽപ്പ് ഓഫ്, ഇതാണ് ഈ ബാക്കിയുള്ളതെല്ലാം ഗുപ്ത എംപയറിലെല്ലാം വരാം. വിഷ്ണുഗുപ്ത, ചാണക്യ, കൗടില്യ. Who sent the Greek ambassador Megasthenes to the court of Chandragupta? Seleucus. The Mauryan pillar capital founded dash is properly known as Lion capital of Saranath. Lion pillar, Mauryan pillar, Ashokan pillar, അതായത് ലയൺ ക്യാപിറ്റൽ, ഇന്ത്യയുടെ നാഷണൽ എംബ്ലം അത് സാരനാഥിലാണ്. Who among the following was the last Mauryan ruler and was killed by his commander in chief? അതായത് ഇതാരാണ് കമാൻഡർ ഇൻ ചീഫ്? അതായത് ഹസീന, മസൂക്ക. സൂ എന്ന് പറയുമ്പോൾ ശുംഗ. അപ്പോൾ ശുംഗ, പുഷ്യാമിത്ര ശുംഗനാണ് കമാൻഡർ ഇൻ ചീഫ്. ലാസ്റ്റത്തെ ആൾ ബൃഹദ്രഥ, ബിന്ദുസാരി അല്ല, ബൃഹദ്രഥ. അപ്പം ബൃഹദ്രഥേന പുഷ്യാമിത്ര ശുംഗ കമാൻഡർ ഇൻ ചീഫ് കീഴ്പ്പെടുത്തി പുതിയ ഡൈനാസ്റ്റി തുടങ്ങി, ശുംഗ ഡൈനാസ്റ്റി. Which of the following was Ceylonese chronicle that acted as an important literary source of Mauryan Emperor? സിലോണീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിംഗള ഭാഷ, അത് ശ്രീലങ്ക ആയിരിക്കും. അപ്പോൾ അതിൽ ഏതാണെന്നാ ചോദിക്കും. അപ്പോൾ ആൻസർ മഹാവംശ. അപ്പോൾ ശ്രീലങ്കയിലേക്ക് 2 ആളെ അയച്ചു. ആരെയാണ് അയച്ചു? അശോകൻ അയച്ചു. മഹേന്ദ്രനും സംഘമിത്രയും, ഇവർ 2 പേരെയും ശ്രീലങ്കയിലേക്ക് അയച്ചു. ശ്രീലങ്കേൻ്റെ പഴയ പേരാണ് സിലോൺ. ഈ സിലോണിലെ ക്രോണിക്കൽ പുസ്തകം ദാറ്റ് ആക്റ്റഡ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് ലിറ്റററി സോഴ്സ് ഓഫ് മൗര്യൻ എംപയർ. അപ്പോൾ അശോകൻ ഉള്ളതുകൊണ്ട് മൗര്യൻ എംപയർ. ആ പുസ്തകത്തിൻ്റെ പേരാണ് മഹാവംശ. ഇൻഡിക്ക മെഗസ്തനീസ്, അർത്ഥശാസ്ത്ര കൗടില്യൻ, മുദ്രരാക്ഷസ മറ്റേ വിശാഖദത്തൻ. അപ്പം മഗധ എംപയറിലെ മൗര്യൻ എംപയർ കഴിഞ്ഞു. പിന്നെ അടുത്തത് ഹസീന, മസൂക്ക. അപ്പോൾ അടുത്ത പുഷ്യാമിത്ര ശുംഗൻ്റെ ശുംഗ ഡൈനാസ്റ്റി,
പിന്നെ അതിനുശേഷം കണ്വ ഡൈനാസ്റ്റി, പിന്നെ കുറച്ച് പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റീസ്. ഓക്കെ.